എങ്ങോട്ടാ പോവുക? ഇത് നിങ്ങൾ മനസ്സിലാക്കിയാൽ ഇത് ഈ നാണയം വിഴുങ്ങുമ്പോൾ അല്ലെങ്കിൽ ഇടത്തണ്ടി പോയി ചോറ് ഇപ്പോൾ ഈ സാധനം പോയി നിൽക്കുന്ന സ്ഥലമായിട്ട് അറിയുന്നത് നമ്മൾ കോഴിക്കോട്ടേക്ക് പോകുമ്പോൾ അത്തോളി ഉള്ളേരിയും പോയിട്ട് മൈസൂർ പോയി ഉള്ളേരി മുക്കിൽ നിൽക്കുക, അങ്ങോട്ട് നിൽക്കുക, ഇട നിൽക്കട ശ്വാസനാളം ഒരു ഭാഗത്ത്, അന്നനാളം മറ്റേ ഭാഗം. ശ്വാസനാളത്തേക്ക് വേണേൽ പോകാം, അന്നനാളത്തിലേക്ക് പോകാൻ ആ ജംഗ്ഷനിലാണ് ഈ മുക്കിൽ പോയി നിൽക്കുക. അത് ചോറുമണി അല്ലെങ്കിൽ നാണയം പോയി നിൽക്കുന്നു. അപ്പോൾ നമ്മൾ അടിച്ചാൽ എങ്ങോട്ടാണ് പോവുക? അടിച്ചാൽ സാധ്യത കൂടുതൽ ശ്വാസനാളത്തിലേക്കാണ്. ശ്വാസനാളത്തിലേക്ക് ഈ പറഞ്ഞ നാണയം പോയാലുള്ള അവസ്ഥ എന്താണ്? ചോറുമണി പോയാലുള്ള അവസ്ഥ എന്താണ്? പെട്രോൾ മാക്സിൽ കരട് പിടിക്കുമ്പോൾ മറ്റെന്ത് ചെയ്യും? കാറ്റ് ഒന്നും പറയാൻ പാടില്ലേ, കാറ്റ് പോകും. അപ്പോൾ അങ്ങനെ പോകും, മരിച്ചു. അപ്പോൾ ആ സ്ഥാനത്ത് നമ്മോട് പറയാൻ പറ്റുമോ നിങ്ങൾ അങ്ങോട്ടേക്ക് പോകാൻ അടിക്കാൻ പറ്റുമോ? തലക്കടിച്ചിട്ട് നിങ്ങൾ അന്നനാളത്തിലേക്ക് പോകാൻ പറ്റുമോ? പറ്റില്ല. അപ്പോൾ എന്ത് ചെയ്യണം? നമ്മൾ തലക്കടിക്കണം. സാധ്യത കൂടുതൽ ശ്വാസനാളത്തിലേക്ക്. പിന്നെ അന്നനാളത്തിൽ പോയ ഗുണം എന്താ? ഒരു നാണയം അന്നനാളത്തിൽ പോയാൽ ഗുണം എന്താ? ഒരു കുഴപ്പമില്ലാണ്ട് രാവിലെ വേണേ കിട്ടും, പൈസ പോയി പോകില്ല. അപ്പോൾ അപകടം മരണം ഉണ്ടാവുകയില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? രക്ഷപ്പെടുത്താൻ പറ്റും. പക്ഷേ അടിക്കാൻ നമുക്ക് കഴിയില്ല. അങ്ങനെ അടിക്കാൻ പറ്റും. അടിക്കുമ്പോൾ സംഭവിക്കുക സാധ്യത കൂടുതൽ ശ്വാസനാളത്തിൽ പോകണം. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് അടിക്കലോ അല്ലെ പുറത്തടിക്കലോ അല്ല, നമ്മൾ ആരാണോ നാണയം വീങ്ങിപ്പോയത് ഇവനിപ്പോൾ ഒരു നാണയം പെട്ടെന്ന് വീങ്ങിപ്പോയിട്ട് അല്ലെങ്കിൽ തരിപ്പോയിട്ട് പെട്ടെന്ന് സ്റ്റക്കായി പോകും. ആ സമയത്ത് നമ്മൾ ചെയ്യുന്നത് നമ്മൾ പുറകെ പോയി നിൽക്കുക. പുറകെ പോയി നിന്നിട്ട് ഇവൻ്റെ ഇവിടെ ഒരു ഭാഗമുണ്ട്, ഏത് നെഞ്ഞും വയറും കൂടി യോജിക്കുന്ന ഭാഗമുണ്ട്, ഒരു കുഴി അല്ലേ? ആ കുഴിയുടെ ഭാഗത്ത് പോയിട്ട് നീരജിൻ്റെ ഈ ഭാഗത്ത് പോയി നമ്മളിങ്ങനെ കൈയില്ലേ, രണ്ട് കൈയിട്ട് ഈ ഭാഗത്ത് വെച്ചിട്ട് നമ്മൾ പുറകോട്ടും മേലോട്ടുമായിട്ട്, വെറും പുറകോട്ടല്ല, പുറകോട്ടും മേലോട്ടുമായിട്ട് ഒരു 4-5 പ്രാവശ്യം നടത്തി. 4-5 പ്രാവശ്യം നമ്മൾ പ്രസ് കൊടുത്ത് എന്തായി? ഈ സാധനം പുറത്തേക്ക്. ഇനി വിനോദോട്ട് പറഞ്ഞിരിക്കുന്ന നാണയം പിടിഞ്ഞാൽ പുറത്താക്കാൻ വെച്ചിട്ട് മുടങ്ങാൻ നിൽക്കണ്ട. അതെന്ത് ചെയ്യും? വരുമ്പോൾ കളിച്ചാൽ മതി കേട്ടോ. അങ്ങനെ ചിലരുണ്ട്, ഇതെല്ലാം പരീക്ഷിക്കുന്ന ആൾക്കാരുണ്ട്. ഇതിങ്ങനെ ചെയ്താൽ മതി. എന്നാലും എന്ത് ചെയ്യും? പുറത്തേക്ക് തള്ളാൻ ശ്രദ്ധിക്കേണ്ടത് വളരെ പ്രധാനമാണ്. അതുപോലെ ചില കുട്ടികൾ വാവിട്ട് കരയും അല്ലേ? ചില കുട്ടികൾ പെട്ടെന്ന് കരയും, എന്ത് ചെയ്യും? നീല നിറയും, വായു കൊള്ളുന്നു അല്ലേ? ഒന്നല്ലേ അവിടെ വായു കൊള്ളുന്നു. നിങ്ങളെന്താ ചെയ്യുക? നിങ്ങൾ ചെയ്യുന്ന കാര്യം പറഞ്ഞു, ഇപ്പോൾ കുറവായിപ്പോയി അല്ലേ? നിങ്ങൾ പറഞ്ഞ് കുറവായിപ്പോയി. ഇതെല്ലാം പറയണം കേട്ടോ. എന്താ ചെയ്യുക? നമ്മളെന്തെങ്കിലും ചെയ്യൂലേ? ചെയ്യും. എന്താ ചെയ്യുക? അങ്ങനെ കുഞ്ഞ് വായു കൊള്ളുന്നു കരഞ്ഞിട്ട് നമ്മൾ ചെയ്യുക, എന്താ ചെയ്യുക? കരഞ്ഞ് ചോട്ട്. പക്ഷെ നിങ്ങൾ അങ്ങനെയുള്ള കേട്ടോ. നിങ്ങൾ ചെയ്യൽ, ഞാൻ കാണൽ ഇങ്ങനെ പിടിച്ച് പിടിക്കുകയും ഇണീഷല്ലേ? അതാണോ ചെയ്യേണ്ടത്? നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നുള്ളുക. എടാ കുഞ്ഞിൻ്റെ കാലിൻ്റെ അടി നുള്ളണം. അതിൻ്റെ പാത്രം നിങ്ങളെ കുഞ്ഞിനെ ഞാൻ നുള്ളു, എൻ്റെ കുഞ്ഞിനെ നിങ്ങൾ നുള്ളു. ഡോക്ടർമാരെടുത്ത് കൊണ്ടുപോയാൽ ഡോക്ടർമാർ വേഗം നുള്ളു. കാരണം എന്താ? ഓരോ കുഞ്ഞിനല്ലല്ലോ, അതുകൊണ്ട് വേഗം രക്ഷപ്പെടുന്നു. അപ്പോൾ അതിനെന്ത് വേണം? നമ്മളുടെ കുഞ്ഞിനെ നമ്മൾ നുള്ളണമെങ്കിൽ നുള്ളാൻ മനസ്സിൽ വരില്ല. നിങ്ങൾ കോറിയാൽ മതി. കോറുന്നത് എന്താ? ചുട്ടല്ലേ, ഇങ്ങനെ മാന്തിയാൽ മതി. അതുകൊണ്ടാണ് പറയുന്നത് നിങ്ങൾ പിന്നെ ഒരു നഖമെങ്കിലും നഖം മുറിച്ചിട്ട് വെക്കണം. മറ്റേ 5 മറ്റേ ആക്കി വെച്ചോളൂ. ഇത് നീളത്തിലുള്ള ഒറ്റയൊന്ന് കുഞ്ഞിനെ തോണ്ടാൻ വേണ്ടിയുള്ള രീതിയിൽ റെഡിയാക്കി വെക്കണം കയ്യിൽ കേട്ടോ. ഒറ്റയൊന്ന് അപ്പോൾ കോറിയാൽ മതി. കാലിൻ്റെ പെട്ടെന്ന് എന്ത് ചെയ്യും? ഓർമ്മയിലേക്കായിട്ട് വരും. വളരെ പ്രധാനമായിട്ട് നമ്മൾ ഇത് സംഭവിക്കുമ്പോൾ ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? കുറേ കഴിയുമ്പോൾ. മറ്റൊരു പ്രധാനപ്പെട്ട സംഗതി പിന്നെ നമ്മൾ പാമ്പ് കടി വളരെ പ്രധാനപ്പെട്ട. ഞാനിത് നിങ്ങളെ ഇതിന് ആവശ്യമുണ്ടോ പറയാം? ഞാനത് ചുരുക്കി പറയുക. പാമ്പ് മറ്റു വിഷയങ്ങൾ കുറേ ഉണ്ട്, അതുകൊണ്ട് ചുരുക്കി പറഞ്ഞില്ല. ആവശ്യമുള്ള കാര്യങ്ങളിലേക്ക് മാത്രം ശ്രദ്ധിക്കുക. പാമ്പ് കടി ഏറ്റവും കൂടുതൽ സമയം ഒരു വർഷത്തിൽ 20,000-ഓളം പാമ്പ് കടി മരണങ്ങൾ നടക്കുന്നുണ്ട്. അത് 206-ഓളം പാമ്പുകൾ ഉണ്ടെങ്കിലും 52-ഓളം പാമ്പുകളെ വിഷമുള്ളവരുണ്ട്. അതിവിഷമുള്ള വളരെ കുറവാണ്. പാമ്പ് കടിച്ചാൽ എന്ത് ചെയ്യണം? നമ്മൾ ശരിക്കും ഒന്നും അറിഞ്ഞോടാ സത്യം. പാമ്പ് കടിച്ചാൽ നമുക്കൊരു ധാരണ, നമ്മൾ ഇവിടെ കുളയുണ്ട്, വരാമ്പുണ്ട്, എന്നുള്ള ധൈര്യം കൊണ്ട് നമ്മളിങ്ങനെ ജീവിച്ചു പോവുക. കടിച്ചാൽ അടിയന്തരമായി ചെയ്യുന്ന ശുശ്രൂഷ വളരെ പ്രധാനമാണ് പാമ്പുകളുടെ കാര്യത്തിൽ. എന്താ കാര്യം ചെയ്യേണ്ടത്?
വളരെ പ്രധാനമുള്ള കാര്യം, കടിച്ച പാമ്പ് വിഷമുള്ളതാണോ അല്ലയോ എന്ന് അറിയണം. വേണ്ടിയോ? വേണം. അതെങ്ങനെ മനസ്സിലാക്കുന്നത്? എങ്ങനെ മനസ്സിലാക്കുക? എങ്ങനെ മനസ്സിലാക്കും കടിച്ച പാമ്പ് വിഷമുള്ളതാണോ അല്ലയോ എന്ന്? പാമ്പ് കണ്ടാൽ മനസ്സിലാവും. കടിച്ച മുറിയടയാളം കണ്ടാൽ മനസ്സിലാവും. മനസ്സിലായില്ലേ? കടിച്ച മുറിയടയാളം കണ്ടാൽ മനസ്സിലാക്കാൻ പറ്റും. 1-2 കുത്തുകൾ അല്ലെങ്കിൽ ഈ വലിയ വരവ് ഉള്ള മുറിവുകളാണെങ്കിൽ നമ്മൾ വളരെ ശ്രദ്ധ വേണം. വിഷമുള്ള പാമ്പിനാണ് സാധ്യത കൂടുതൽ. എന്നാൽ 3-ൽ കൂടുതലുള്ള കുത്ത് ചേരയോ മുണ്ടിയോ കടിച്ചാലാണ് സാധാരണ കുറേ കുത്തുകളുണ്ടായി. അപ്പോൾ അത് വലിയ അപകടമുള്ളതല്ല. അപ്പോൾ ഇനി വിഷമുള്ള പാമ്പ് തന്നെ ഏത് പാമ്പാ കടിച്ചാലേണ്ട ആവശ്യമുണ്ടോ? ഒരാവശ്യമില്ല. ചിലരുണ്ട് ഇത് വഴി തന്നെ പോയിട്ട് കൊന്നിട്ട് ഇത് കൊണ്ടുപോയില്ല. അതിൻ്റെ യാതൊരു കാര്യമില്ല, ഒരു കാര്യമില്ല. അന്നേരം പോയി എന്നല്ലാണ്ട് വേറൊരു കാര്യമില്ല. കാരണം എന്താ, ഈ 4 പാമ്പിനുള്ള അണലി, മൂർഖൻ, വെള്ളിക്കെട്ടൻ, കടൽപ്പാമ്പ്, ഈ 4 പാമ്പിനുള്ള ഒരു ആൻറ്റിവെനാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ ആ 4 പാമ്പ് ഏതായാലും ആ 4 പാമ്പപ്പെട്ട പാമ്പ് നമ്മൾ കടിക്കുന്നത് പലപ്പോഴും. കടൽപ്പാമ്പ് കടിക്കില്ല, 3 ഇഷ്ടപ്പെട്ടു. പിന്നെയുള്ളത് ഈ വെള്ളിക്കെട്ടൻ കടിച്ചാൽ ആ കടിച്ച ഭാഗത്ത് വേദന വരില്ല. വേദന മൂർഖൻ്റെയും ഈ വെള്ളിക്കെട്ടിൻ്റെയും ഒരേപോലത്തെ കടിയാണ്. ഉദാഹരണം പറഞ്ഞില്ല, മൂർഖന് കടിച്ചാൽ അപ്പോൾ തന്നെ വേദന നീട്ടി അനുഭവപ്പെടും, തരിപ്പ് അനുഭവപ്പെടും, കടച്ചിൽ അനുഭവപ്പെടും, വേദന അനുഭവപ്പെടും. അങ്ങനെ കടിച്ചാലോ പെട്ടെന്ന് മിനിറ്റിൽക്കുള്ള ആ ഭാഗം വീണു. പിന്നെ നേരത്തെ പാമ്പ് കണ്ടാലുള്ള പാമ്പിൻ്റെ ശലക്കങ്ങളിൽ വലിയ ശലക്കങ്ങളുള്ള പാമ്പുകൾ വിഷമുള്ള പാമ്പുകളാണ്. ശരീരം മുഴുവൻ പൊടിയാത്ത ശലക്കങ്ങളുള്ളത് വിഷമില്ലാത്ത പാമ്പുകളാണ്. അപ്പം ഇത് നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ ഉള്ള ഗുണം എന്താണ്? ഇവിടേക്ക് നമ്മൾ കൊണ്ടുപോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം വളരെ പ്രധാനം. ഈ പാമ്പ് കടിച്ച ആളെ നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇളകാൻ സമ്മതിക്കണം. വളരെ പ്രധാനമാണ്. ഇളകാൻ സമ്മതിക്കണം. ഇളകാതെ കൊണ്ടുപോകണം നമ്മൾ. പാമ്പ് കടിച്ച പിന്നെ ചെയ്യേണ്ടത് നമ്മൾ കെട്ടുകെട്ടണം. അല്ലേ? കെട്ടുകെട്ടാൻ എങ്ങനെ കെട്ടേണ്ടത്? നമ്മൾ കൈത്തിൽ പാമ്പ് കടിച്ചാലേ ഇവിടെ കെട്ടേണ്ട ആവശ്യമില്ല കേട്ടോ. ഇവിടെ കെട്ടേണ്ടത് 2 എല്ലുള്ള ഭാഗത്ത് കെട്ടരുത്. 1 എല്ലുള്ള മേലെ ഭാഗത്താണ് 10-15 കെട്ടി ഇവിടെ കെട്ടി വരും. കെട്ടരുത് കേട്ടോ. അതുപോലെ കെട്ടുന്ന ഏത് സാധനമാണ് കെട്ടേണ്ടത്? ചാക്ക് നൂലും മറ്റേ ട്രൗസറിൻ്റെ വള്ളി എല്ലാം എടുത്ത് കെട്ടിക്കളിക്കല്. അപ്പുറത്തേക്ക് കെട്ടുന്ന കയറെല്ലാം ഊരി കയറുകൊണ്ടെല്ലാം കെട്ടും. ഇവിടെയൊക്കെ ഉള്ളതിൽ 4 ആൾക്കാരുണ്ട്. ഈ ഇതാ കഴിച്ചത് വയലിൽ നീർക്കോലി 18 കെട്ടാ ഇവിടം വരെ. ഇത് നല്ല കയറുണ്ട്. കാലങ്ങ് പോയി കൊട്ടിക്കളി കടിച്ച നീർക്കോലി വൈറ്റാ കളി കളിക്കുന്നത്. അപ്പോൾ എന്ത് വേണോ? കെട്ടുന്നത് സാരിത്തലപ്പ് കൊണ്ടോ നമ്മളെ ഇതില്ലേ ഷാളിൻ്റെ തുണി കൊണ്ടോ ലുങ്കിയുടെയോ വീതിയോ തുണി കൊണ്ടോ നമ്മൾ കെട്ടണം. ഒരു 15 മിനിറ്റ് കഴിയുമ്പോൾ കുറച്ച് അയച്ചു വേണം. വളരെ ശ്രദ്ധിക്കണേ, ഇല്ലെങ്കിൽ എന്ത് രക്തോട്ടം. ഈ പാമ്പ് കടിക്കുമ്പോൾ നമ്മൾ ധാരണ പാമ്പ് എവിടെ കടിക്കുന്നത്? കടിയില്ലേ? പറയാം. ഇത് കടിക്കുന്നത് നമ്മളെ ഈ എന്റേക്ക് വിരലത്തൊന്നും കാണില്ല. നല്ല നീല നിറത്ത് കാണുന്ന അതില്ലേ ഈ സിരകൾ, ഹൃദയത്തിലേക്ക് രക്തം കൊണ്ടുപോകുന്ന വഴികളിലാണ് പാമ്പ് എന്ത് ചെയ്യുന്നത്? ആ മേലെയാ കടിക്കുക. ധമനിയിലേക്ക് എന്ത് ചെയ്യില്ല, കടിക്കില്ല, എത്തില്ല പാമ്പിനെ കടി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? മുറുകി കെട്ടേണ്ട ആവശ്യമില്ല. ഈ മേലെയുള്ള സാധനം എന്ത് ചെയ്താൽ മതി? ഒന്ന് ബ്ലോക്കാക്കിയാൽ മാത്രം മതി. അപ്പോൾ അങ്ങനെ 2-3 കെട്ടിയിട്ടുണ്ട് പോവുക. അതിലും പ്രധാനം ഞാൻ നേരത്തെ ഈ ഇളകുന്നത് വളരെ പ്രധാനമായിട്ട് മരുതോങ്കര തന്നെ ഒരാൾ പാമ്പ് കടിച്ചു. മരുതോങ്കര ഭയങ്കര ചരിത്ര പ്രശ്നമാണ്. പാമ്പ് കടിച്ചപ്പോൾ കണാരട്ടൻ പാമ്പ് കടിച്ചപ്പോൾ ജീപ്പ് പിടിച്ചു. ആദ്യം ജീപ്പ് പിടിക്കലില്ല, പാമ്പ് പിടിച്ചത് എല്ലാവരും കൂടി പാഞ്ഞം കഴിഞ്ഞു ജീപ്പ് കണാരട്ടൻ പാമ്പ്. അപ്പോൾ കുറച്ച് കഴിഞ്ഞ് പിന്നെ ഉള്ളിലങ്ങ് എത്തിയപ്പോൾ ജീപ്പ് ഡ്രൈവർക്ക് നല്ല കണാരട്ടൻ പോയി. അപ്പോൾ കണാരട്ടൻ ഞാനിവിടെ ഉണ്ടോളിന്ന് പറഞ്ഞു. ബേക്ക് തൂങ്ങുക. ആര്? പാമ്പ് പിടിച്ച കണാരട്ടൻ. ഇങ്ങനെ കൊണ്ടുപോകുന്ന ആളാണ് കേട്ടോ. അതുപോലെ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ മുറിഞ്ഞാൽ ഈ മുറിഞ്ഞ ഭാഗം നമ്മൾ എന്ത് ചെയ്യണം? കുറച്ച് താഴ്ത്തി പിടിക്കണം. എന്താ കാര്യം? ഈ പാമ്പ് വിഷം
ഹൃദയത്തിൽ പോയതിനു ശേഷം മാത്രമാണ് തലച്ചോറിലേക്കും മറ്റു ഭാഗത്തേക്കും പോകുക. നേരെ ഇയാൾ എന്ത് ചെയ്യില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും പോകില്ല. അപ്പോൾ എന്ത് ചെയ്യണം, നമ്മൾ പരമാവധി ഹൃദയത്തിലേക്ക് എത്താതെ നോക്കാൻ വേണ്ടി താഴത്തേക്ക് ആക്കി. അപ്പോൾ എന്തായി, ഇപ്പം കാറ്റ കടിച്ചാൽ പ്രശ്നമില്ല, കയ്യാണ് നമ്മൾ എന്ത് ചെയ്യണം, ഹൃദയത്തിൻ്റെ താഴെ ആക്കി പിടിച്ചിട്ട് പോകണം. വളരെ പ്രധാനമാണ്. അപ്പോൾ ഇങ്ങനെയാണ് സാധാരണ ഇതിൽ പാമ്പുകൾ ശ്രദ്ധിക്കേണ്ടത്. അതുപോലെ നമ്മൾ പൊള്ളിയാൽ, തീപ്പൊള്ളിയാൽ അല്ലേ, തീപ്പൊള്ളി രണ്ട് തരത്തിൽ. ഒന്നെന്തുണ്ട്, തീ വെള്ളം കൊണ്ട് പൊള്ളുന്നുണ്ട്, അതുപോലെ തീ കൊണ്ട് പൊള്ളും ഞാൻ പറഞ്ഞു ഇങ്ങനെ പുറച്ചിട്ട് നമ്മൾ ചെയ്യണം. ഈ വെള്ളം കൊണ്ട് പൊള്ളി നമ്മളെന്ത് ചെയ്യേണ്ടത്, വെള്ളം കൊണ്ട് അടുപ്പിൽ മറ്റേ ചൂടുവെള്ളം കൊണ്ട് നമ്മൾ വലിയ അടിച്ചു കൊടുക്കും, നമ്മൾ വെള്ളം കയ്യിൽ വീഴും. നമ്മളെന്ത് ചെയ്യും, നമ്മൾ സാധാരണ ചെയ്തെന്താ, നമ്മൾ പേസ്റ്റ് വരട്ടും അല്ലേ, പേസ്റ്റ് വരട്ടും അല്ലേ, തേയില വരട്ടൊക്കെ ചെയ്യും. നിങ്ങൾ ദയവും ചെയ്ത്, തേന് ഞാൻ കുറ്റപ്പെടുത്തില്ല, പക്ഷേ തേന് ഔഷധ ഗുണമുള്ള സംഗതിയാണെങ്കിലും അവിടെയല്ല വരട്ടുള്ളത്, പേസ്റ്റ് തീരെ വരട്ടത്. എന്താ ചെയ്യേണ്ടത്, ചെയ്യേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. നമ്മളാ ഒരു നീറ്റിലില്ലേ, പുകച്ചിൽ, ആ പുകച്ചിൽ പോകുന്ന സമയം വരെ വെള്ളത്തിൽ വെക്കുക, പച്ചവെള്ളം. ഇനി പച്ചവെള്ളത്തിൽ വെക്കാൻ അതിൽ ടാപ്പ് തുറന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, കാലവിടെ വെക്കുക. നമുക്ക് ഇവിടെ അബദ്ധം പറ്റുകയാണ്, ആ പൊക്കള കെട്ടാണ്ടെന്നാണ്, പൊക്കളയില്ല, ആ പൊക്കളെ കെട്ടാണ്ടെന്ന എന്തായി, ഒരു പ്രശ്നമില്ല. ആ പൊക്കളെ കെട്ടാണ്ടിരിക്കാനാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ സംഭവിക്കാൻ സാധിച്ചാൽ നമ്മളിങ്ങനെ പൈപ്പിൽ വെക്കും, പൊണ്ടിച്ചു വെക്കും, ആയിക്കോ നോക്കാം, പൊണ്ടിച്ചു വെക്കും, ആയിക്കോ നോക്കാം, എന്തായിക്കോ നോക്കാം. പുകച്ചിൽ 10-20 മിനിറ്റ് തുടർച്ചയായി വെക്കണം. ഇങ്ങനെ പൊണ്ടിച്ചാൽ എന്തായി, വീണ്ടും അത് ചൂട് കയറി. അപ്പോൾ തുടർച്ചയായിട്ട് എന്ത് ചെയ്യും, നമ്മൾ ഈ വെള്ളം തണുപ്പിച്ച് വെച്ചാൽ അത് മാത്രം മതി സാധാരണ തീപ്പൊള്ളൽ. 40% ടെമ്പറേച്ചർ കൊണ്ടുള്ള പൊള്ളുന്നത് 60% ആകുമ്പോൾ ആണ് നമ്മൾ കുറച്ചുകൂടി എന്ത് ചെയ്യേണ്ടത്, മറ്റ് സാധനങ്ങളെ പുരട്ടിയൊക്കെ വേണ്ടി വരുന്ന അവസ്ഥ വരുന്നത്. പിന്നെ വരുന്നത് അപകട സമയത്ത് സംഭവിക്കേണ്ട കാര്യങ്ങൾ. ഒരു വീണ് പരിക്ക് പറ്റും. അങ്ങനെ വീണ് പരിക്ക് പറ്റുമ്പോൾ നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട എന്താ, വീണ് പരിക്ക് പറ്റുമ്പോൾ ഒരാൾ വീണ് പരിക്ക് പറ്റി, നമ്മൾ ആദ്യം നോക്കേണ്ടത്, ജീവിതത്തെക്കാൾ പ്രധാനം, അറിയാം, ജീവിതത്തിന് ശേഷം ജീവനേക്കാൾ പ്രധാനം, വളരെ പ്രധാനമാണ് സ്ഥായിയായി കിടന്നു പോകുന്ന അവസ്ഥ. പലപ്പോഴും ഞങ്ങൾ വൈകിട്ട് പുറത്ത് ഞങ്ങൾ പോകുമ്പോൾ മനസ്സിലായാൽ ഞങ്ങൾക്ക് ഈ മനുഷ്യനെ ഒന്ന് കൊന്നു കിട്ടിയെന്ന് പലപ്പോഴും കാണാറുണ്ട്. കാരണം അത്ര കണ്ട് ദുരിതങ്ങൾ, മലം പോകുന്നില്ല, മൂത്രം പോകുന്ന അറിയുന്നില്ല, ഇങ്ങോട്ട് താഴോട്ട് ഒന്നും അറിയുന്നില്ല, ജീവൻ മാത്രമുണ്ട്. അവർ മോശക്കാരോടല്ലേ, വിഷമമുണ്ട്, ഞാൻ പറയുന്നത് അത്ര കണ്ട് ദുരിതങ്ങൾ സമ്മാനിക്കുന്ന, പ്രയാസങ്ങൾ ഉണ്ടാക്കുന്നതിൽ അപകടങ്ങൾക്ക് വലിയ പങ്കുണ്ട്. മരത്തിന് മുകളിൽ വീഴുന്നു, അല്ലെങ്കിൽ ആനുഷികമായ അപകടത്തിൽപ്പെട്ട് നട്ടലിന് പരിക്ക് പറ്റുന്നു. അവരൊക്കെ നമ്മൾ കോഴിക്കോട് മെഡിക്കൽ ഞങ്ങൾ മനസ്സിലാക്കിയത്, പലപ്പോഴും സംഭവിക്കുന്നത് നമ്മളുടെ ഫസ്റ്റ് എയ്ഡ്, പ്രഥമ ശുശ്രൂഷയിലുണ്ടാകുന്ന അശ്രദ്ധയാണ് പലപ്പോഴും ഈ എന്താ പറയുന്നത്, നട്ടലിന് പരിക്ക് പറ്റാനുള്ള കാരണം എന്നാണ് പറയുന്നത്. ഞാനിത് വെറുതെ പറയുന്നില്ല. വട്ടോളി നാഷണൽ സ്കൂളിന് മുമ്പിലുള്ള ബബീഷ് എന്ന് പറയുന്നത്, അറിയില്ല, നമ്മളെ വൈകിട്ട് കുട്ടിയായിട്ട് നിന്ന് പോകുമ്പോൾ ഞാൻ കാണുന്നതാണ്. ആ മോന് 14 വയസ്സുള്ള സമയത്ത് അവൻ പിന്നെ എന്താ പറയുക, അവിടെ അംഗനവാടിയുടെ അടുത്തുള്ള വീട്ടിലാണ്. അവന് മിൽമയുടെ വണ്ടി പുറവന്നപ്പോൾ അവരെ കൊണ്ട് വണ്ടിയുടെ പുറത്ത് ബേക്ക് കയറി കുത്തിരുന്നു. വണ്ടി ബേക്കോട് എടുത്തപ്പോൾ കൊള്ളിന് കൊണ്ട് കുത്തി. വണ്ടിയിൽ കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ വണ്ടി കുത്തി ഇപ്പം വീണു, വണ്ടിയിൽ പുറത്തേക്ക് കൊള്ളിന് കുത്തി, വണ്ടി മില്ലിൻ്റെ അടുത്ത് പുറത്ത് പോകും. വീണപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒന്നും പറ്റിയില്ലായിരുന്നു, ഒന്നും കാര്യം പറ്റിയിട്ടില്ല. അപ്പോൾ ഇവനെ ഭയങ്കര ഓമനത്തുള്ള മോനെ, ഇവൻ മോനല്ലേ, 14 വയസ്സുള്ള ഇവൻ ഭയങ്കര മോനാ, നമുക്കെല്ലാം അറിയുന്ന. അങ്ങനെ അതിനെന്താ വെച്ചാൽ ഇവന് പോയിട്ട് ആ വണ്ടിയിൽ ആൾക്കാർ പോയിട്ട് വാരി എടുത്ത് കൂട്ടിപ്പിടിച്ചെടുത്തിട്ട് എന്ത് ചെയ്തു, 5 ജീപ്പ് കയറ്റി കൊണ്ട് എന്തോ പറ്റിയെന്ന്. ആ കൂച്ചിപ്പിടുത്തൽ എന്ത് ചെയ്തു, കൃഷ്ണ നാടി ഈ പൊട്ടൽ മാത്രം ഉണ്ടായ എല്ലിൻ്റെ ഉള്ളിൽ കുത്തിയിട്ടുണ്ടായി. ജീവിതകാലം 29-30 വയസ്സിലാണ് മരിക്കുന്നത്, മരിച്ചു. അപ്പോൾ അത്രയും കാലം ഈ മോൻ എന്ത് ചെയ്യുന്ന 14 വർഷം കിടപ്പിലായി. ഒറ്റ കാരണമുള്ളൂ, ആ സ്നേഹം കൊണ്ട് അവരെടുത്തത്. ഞാൻ അതുകൊണ്ടാണ് പറയുന്നത്, ഈ പറഞ്ഞ പിന്നെ ഫസ്റ്റ് എയ്ഡിൻ്റെ പ്രധാനപ്പെട്ട തത്വം തന്നെ എന്താണെന്നാൽ, നമ്മൾ ഉപദ്രവിക്കരുത്, ഉപകാരം രണ്ടാമതാണ് ചെയ്യേണ്ടത്. അത് വളരെ ശ്രദ്ധിക്കുന്ന അപകടം ഉണ്ടാകുമ്പോൾ. അതുപോലെ വേറൊരു പ്രധാനപ്പെട്ട സംഗതി നേരത്തെ പറഞ്ഞിട്ട്, ആളുകൾ പല കാരണം കൊണ്ട് കുഴഞ്ഞു വീഴുന്നു. അതിൽ പ്രധാനമുള്ളത് ഈ പറഞ്ഞ ഹൃദയാഘാതം. അപ്പോൾ അത് കൊണ്ടുവരേണ്ട രീതി നമ്മൾ എങ്ങനെയാന്ന് പറഞ്ഞാൽ, കൊണ്ടുവരേണ്ടത് അങ്ങനെ കൊണ്ടുവരാം. നമ്മൾ ആദ്യം നോക്കേണ്ടത് അതാണ്, നമ്മൾ അവലോകനം എന്ന് പറയുന്നത്. ഒരു വീണ് കിടക്കുന്ന ആളെ നമ്മൾ ആദ്യം നോക്കേണ്ടത് അയാൾക്ക് ഓർമ്മയുണ്ടോ എന്ന് നോക്കണം. ഓർമ്മയില്ലേ നമ്മൾ എന്ത് ചെയ്യണം, കുട്ടി വിളിച്ചു നോക്കണം. വിളിച്ചു നോക്കിയിട്ട് ഓർമ്മയില്ലേ നമ്മൾ നോക്കേണ്ട ഘട്ടങ്ങളാണ് പറയുന്നത്.
വിളിച്ചു നോക്കിയിട്ട് ഉറക്കെ പേര് വിളിക്കുകയല്ല എന്തെങ്കിലും വിളിച്ചിട്ട് ഓർമ്മയില്ലെങ്കിൽ നമ്മൾ പൾസ് പിടിച്ചു നോക്കാൻ പറ്റുമെങ്കിൽ പിടിച്ചു നോക്കുക, ശ്വാസോശ്വാസം ഉണ്ടോ എന്ന് നോക്കാൻ പറ്റുമെങ്കിൽ നോക്കുക. അത് രണ്ടും ഇല്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് CPR. ഞാൻ പറഞ്ഞെങ്ങനെ ചെയ്യേണ്ടത് പറഞ്ഞു. CPR കൊടുക്കണം. CPR കൊണ്ട് മാത്രം ജീവിതത്തിലേക്ക് വന്ന ഒരുപാട് ആളുകൾ. എനിക്കൊക്കെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കൊണ്ടുവന്നിട്ട് ഈ മരിച്ചിട്ട് ഷോക്കേറ്റ് മരിച്ചിട്ട് കൊണ്ടുവന്ന് ആ ടേബിളിൽ നിന്ന് നമ്മൾ കൊടുത്തിട്ട് ഇനി ചെയ്യുന്ന ആൾക്ക് ഇഷ്ടം പോലെ എനിക്ക് അനുഭവത്തിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് വളരെ കൃത്യമായി ചെയ്താൽ ഒരു സംശയവും രക്ഷപ്പെടുത്താൻ പറ്റും. പിന്നെ ചെയ്യേണ്ട പ്രധാനപ്പെട്ട സംഗതി എന്തെങ്കിലും കാര്യമായ പരിക്കുണ്ടോന്നില്ല. കാര്യമായ പരിക്കുണ്ടെന്ന് പറയുമ്പോൾ ഒരു സംഗതി രക്തസ്രാവം വളരെ പ്രധാന, മുറിവ്. അങ്ങനെ മുറിവ് വല്ലാണ്ട് വലിയ രക്തം വരുന്ന മുറിവുണ്ടെങ്കിൽ ശ്രദ്ധിക്കേണ്ടത് 2 തരം മുറിവുണ്ട്. ഒന്ന് രക്തക്കുഴലിൽ മേലത്തെ സിരകൾ പൊട്ടുന്നു. അത് നമുക്ക് എന്ത് ചെയ്താൽ മതി, സാധാരണ പ്രസ്സിങ് മതി. അവിടെ എന്ത് ചെയ്താൽ മതി എന്ന് പറഞ്ഞാൽ ഒരു ശക്തമായൊരു സമ്മർദ്ദം കൈകൊണ്ട് അമർത്തി കൊടുത്താൽ ഒരു 5-8 മിനിറ്റ് കൊണ്ട് എന്ത് ചെയ്യും, ഈ ബ്ലഡ് നിൽക്കും. ഏതാണെങ്കിൽ സിരകളിൽ. ധമനികളാണെങ്കിൽ നമ്മൾ അടിയിലുള്ള അത് ഓരോ പ്രാവശ്യം ശ്വാസം എടുക്കുകയും പിടിക്കുകയും ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, ഹൃദയം പിടിക്കുമ്പോൾ രക്തം ഇങ്ങനെ പമ്പ് ചെയ്യും. അപ്പോൾ നമ്മളത് നല്ല ടൈറ്റ് ബാൻഡേജ് വെക്കാമെന്നാണ് ഉദ്ദേശം. ടൈറ്റ് ബാൻഡേജ് അത് നമ്മൾ ഉയർത്തി, നമ്മൾ ഇതുപോലെ തന്നെ എന്ത് ചെയ്യുക, കൈ ഉയർത്തി പിടിക്കുക. നമ്മൾ എന്ത് ചെയ്യും, ഈ സാധനം രക്തം കൂടുതൽ പോകാതിരിക്കാനുള്ള മാർഗങ്ങളിൽ ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ ചെയ്യേണ്ടത് വളരെ പ്രധാനം, നട്ടലിന് പരിക്ക് പറ്റുമെന്ന് നോക്കണം. അത് വളരെ എങ്ങനെയാണ് മനസ്സിലാക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് ശ്രദ്ധിക്കേണ്ടത് കഴുത്ത് നമ്മൾ മടക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട പുറകു വശത്ത് നമ്മൾ മുറിവ് എന്തെങ്കിലും ഉണ്ടോ എന്ന് പരിശോധിക്കണം. അത് ശക്തമായി കൈബന്ധിക്കാനോ അല്ലെങ്കിൽ പിന്നെ കാറ് വരുത്താനോ കഴിയാത്ത അവസ്ഥയാണെങ്കിൽ നമ്മൾ ഏറ്റവും നല്ലത് എങ്ങനെയാണോ കിടക്കുന്നത് ആ പൊസിഷനിൽ തന്നെ കിടത്തിയിട്ട് നമ്മൾ പിന്നെ വലിയ തുണി ഉണ്ടെങ്കിൽ ഈ നമ്മൾ ബട്ടത്തിൻ്റെ ഭാഗവും കാലിൻ്റെ ഭാഗവും തലയുടെ ഭാഗവും ചേർത്ത് നിർത്തി പിടിച്ചിട്ട് തുണി ഒരു ബാഗ് പോലെ ആക്കി നമ്മൾ എന്ത് ചെയ്യണം, ഈ ഇതിലേക്ക് കൊണ്ടുപോകണം, സ്ട്രെച്ചറിലേക്ക് കൊണ്ടുപോകാം. ഇല്ലെങ്കിൽ അതുപോലെ തന്നെ ആ സ്ഥലത്ത് നിന്ന് സ്ട്രെച്ചറിലേക്ക് നമുക്ക് എടുത്തു വെക്കാനാവുമെങ്കിൽ അങ്ങനെ മാറ്റാൻ പറ്റും. അങ്ങനെ മാറ്റിയിട്ട് കൊണ്ടുപോകണം. ഒരു കാരണവശാലും ഇരുത്താൻ ശ്രമിക്കും, താങ്ങിപ്പിടിക്കുകയും ചെയ്യും. ഇരുത്താൻ ശ്രമിക്കും, താങ്ങിപ്പിടിക്കരുത്. നേരെ കൊണ്ടുപോയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പറ്റും. അത് വളരെ പ്രധാനമാണ് അപകടത്തിൻ്റെ കാര്യം. ഇനി മറ്റൊന്നുള്ളത് ഇത് നമ്മളിപ്പം ബോധക്കേടായി ആളെ കുഴഞ്ഞ് വീണ് ആളെ നമ്മൾ രക്ഷപ്പെടുത്തുന്ന പ്രവർത്തനം. അതിൽ ശ്രദ്ധിക്കേണ്ടത് 2 സംഗതികൾ. ഹൃദയ അറ്റാക്ക് വരുന്നു രാത്രി, നമുക്ക് അവിചാരിത സമയത്ത് അറ്റാക്ക് വരുന്നു. സ്വന്തമായിട്ട് ഒരാരുമില്ല, ഒറ്റയ്ക്കാണ്. നെഞ്ഞി വേദന അതികഠിനമായി വരുന്നു, ഹാർട്ട് ഇപ്പോൾ നിന്ന് പോകുന്നുള്ള അവസ്ഥ. ഈ പറയുന്നത് ഇൻവെൻറ്റിംഗ് ഉണ്ടെന്ന്, മരിക്കാൻ പോകുന്നു തോന്നലുണ്ടാവും. ആ സമയത്ത് എന്ത് ചെയ്യുക, നമ്മൾ ശക്തിയായി ചുമയ്ക്കുക. ഇതാവുമെന്ന് വെച്ചാൽ അത് അതിൻ്റെ അപ്പുറമാവും പക്കനേരം. നമ്മളെങ്ങനെ രക്ഷപ്പെടാനുള്ള വഴിയുണ്ട്. അപ്പോൾ മരണം എത്തി എന്ന് തോന്നുന്ന ഒരു ഘട്ടമുണ്ട്. ആ ഘട്ടത്തെത്തുമ്പോൾ നമ്മൾ ഈ പറഞ്ഞ ചെസ്റ്റിൻ്റെ വന്നിട്ട് ആകെ കുടുങ്ങി നിൽക്കുന്ന അവസരത്തിൽ നമ്മൾ ചുമച്ച് കഴിഞ്ഞാൽ സംശയം വേണ്ട, എന്ത് ചെയ്യും, ഈ പറഞ്ഞതിൽ എന്ത് ചെയ്യും, ഈ ഹൃദയം ചലിച്ച് നമുക്ക് ആളെ വിളിക്കാനുള്ള സാധ്യത. ഇനി നമ്മളല്ല വേറെ ആൾ നമ്മുടെ അടുത്തുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ വേറെ ആളാണ് കാണുന്നെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത്, നമുക്കൊന്നും ചെയ്യാനാകുന്നില്ലെങ്കിൽ ഒറ്റ കുത്തിയാവും. നെഞ്ചിൻ്റെ ഇടത് ഭാഗവും ഈ നടുവിലും കൂടിയുള്ള ഭാഗത്ത് അയാൾ മരിച്ചോട്ടെ എന്ന് വെച്ചിട്ട് കുത്തിയാണ്. അങ്ങനെയല്ല, കുത്തിയിട്ട് മരിച്ചോട്ടെങ്കിൽ എന്ത് ചെയ്യാൻ കുത്തുക. ഇപ്പോൾ എല്ല് പൊട്ടിപ്പോവാം, നമ്മളെ കൈ പൊട്ടാം, എന്നാലും എന്ത് ചെയ്യും, ഒറ്റ കുത്ത്. ആ കുത്ത് മാത്രം മതി കുത്തിയാണ് അയാളെ. ഇനി കുറച്ചുകൂടി നമ്മൾ ശ്രദ്ധയിൽ ചെയ്യാൻ പറ്റുന്ന നമ്മൾ ചെയ്യേണ്ടത് ഈ സ്റ്റേണം എന്ന് പറഞ്ഞൊരു, അയാൾക്ക് ഓർമ്മയില്ല, വിളിച്ചാൽ കിട്ടുന്നില്ല, പൾസില്ല, ശ്വാസം കിട്ടുന്നില്ല. ആ സമയത്ത് ചെയ്യാവേ നല്ല ഓർമ്മക്കേടായി കിടക്കും, ശ്വാസം കഴിക്കുന്നുണ്ട്, ഇതൊക്കെ പിടിച്ച് കുത്തും ചേർന്ന്. അയാൾക്ക് ഓർമ്മക്കേട് മാത്രമേ ഇല്ലാത്തുള്ളൂ, ഓർമ്മയില്ല, പക്ഷേ അയാൾക്ക് ശ്വാസമുണ്ട്, പൾസൊക്കെ ഉള്ള സമയത്ത് കുത്താൻ നിൽക്കുന്നത്. ഈ രണ്ടും ഇല്ലാത്തവരാണ് കുത്തുന്നത്. ഞാനിത് പറഞ്ഞിട്ട് സത്യം കൈ ശ്വാസം പറഞ്ഞു, എന്നാൽ പിന്നെ കുത്തലോടെ കുത്തല് എല്ലാവരെയും കുറിച്ച് അങ്ങനെയല്ല. അത് ഈ പറഞ്ഞ ഓക്സിജൻ ഈ പറഞ്ഞ സംഗതി ശ്വാസം നിന്നുപോലെ ഈ ഹൃദയത്തിൻ്റെ പൊട്ടുന്ന മാത്രമേ ചെയ്യാൻ പാടുള്ളൂ, ശ്രദ്ധിക്കണം. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ ഇവിടെ ഈ ഭാഗമുണ്ട് സ്റ്റേണം, ആ ഭാഗത്ത് നമ്മൾ ഇങ്ങനെ ചെയ്യേണ്ടതാണ്. നമ്മൾ കൈ തിരിച്ചിട്ട് നമ്മളെന്ത് ചെയ്യുക, അവിടെ വെച്ചിട്ട് അത് ഏകദേശം ഒരു ചിന്തിക്ക് പേർക്ക് അത് അങ്ങനെ സമയം നോക്കി നമ്മൾ ആ സ്ഥലം നോക്കി നമ്മൾ ആവില്ല, ഏകദേശം സമയത്ത് വന്നാവും. വന്നിട്ട് കൈ മുട്ട് മടക്കാതെ എന്ത് ചെയ്യണം, എല്ലാ ഭാരവും ഈ
കൈയുണ്ടെങ്കിൽ വരുന്നതിൽ അയാളുടെ 5-6 സെൻറ്റിമീറ്റർ എന്നും കൂടെ എന്ത് ചെയ്യണം, താഴണം എന്നാണ് പറഞ്ഞത്. അത്രയും ശക്തിയിൽ നമ്മൾ എന്ത് ചെയ്യണം, പ്രസ് ചെയ്യുക. അങ്ങനെ പ്രസ് ചെയ്യുക എങ്ങനെയാണ്, ഒരു 10-15 പ്രാവശ്യം ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, 2 പ്രാവശ്യം ശ്വാസം കൊടുക്കുക. അത് നോക്കണം, 2 നോക്കണം. ശ്വാസം നോക്കണം, ശ്വാസം കൊടുക്കുക. ശ്വാസം കൊടുക്കുന്നത് എങ്ങനെയാണ്, എങ്ങനെ കൊടുക്കുക, മൂക്കൂടെ കൊടുക്കുക. ഇതൊക്കെ പ്രധാനമാണ്. മൂക്കൂടെയല്ല കൊടുക്കേണ്ടത്, വായിക്കൂടെ കൊടുക്കണം. ഏത് വായുവാണ് കൊടുക്കുക, നമ്മൾ ശ്വാസം എടുത്ത് ദീർഘമായി എടുത്തിട്ട് നമ്മൾ പുറത്തേക്ക് വിടുന്ന വായുവാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഇയാളെ വായിലേക്ക് അടിച്ച് കയറ്റേണ്ടത്. അതിന് മുമ്പ് എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ, തുപ്പലും ഉമിനീരൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അങ്ങോട്ട് മാറ്റിയിട്ട് ഒരു ടവൽ, നമുക്ക് വൃത്തി ഉണ്ടാവില്ല, ഒരു ടവൽ എന്ത് ചെയ്താൽ മതി, ആ വായിൽ ഇങ്ങനെ വെച്ചിട്ട് എന്നിട്ട് ഊതിയാൽ മതി കേട്ടോ, എന്നിട്ട് ഊതിയാൽ മതി. അപ്പോൾ അങ്ങനെ ആകുമ്പോഴത്തിൽ എന്നിട്ട് നമ്മൾ ശ്വാസം അങ്ങനെ ചെയ്യുന്ന ശ്വാസം കൊടുക്കുന്ന സമയത്ത് നെഞ്ഞമർത്താൻ പാടില്ല, വളരെ ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മൾ ചെയ്തതിൻ്റെ ഗുണമില്ല. എന്നിട്ട് വയറ് വരുന്നുണ്ടോ, ശ്വാസം വരുന്നുണ്ടോ നോക്കുക, ചെയ്യാം. ഇതിപ്പോൾ നമുക്ക് ലളിതവും വളരെ എന്താ പറയുക, ഒരു ആവശ്യമുണ്ടോ എന്ന് തോന്നും. പക്ഷേ എൻ്റെ അനുഭവം, ഞാൻ കുറേ അനുഭവത്തിൽ പറഞ്ഞുകൊണ്ടാണ് പറയുന്നത്, നമുക്ക് അനുഭവപ്പെടുന്ന സമയത്ത് ഏറ്റവും ആവശ്യമുള്ള സംഗതിയായിട്ട് ഇത് അനുഭവപ്പെടുന്ന ഈ സംഗതി, ഇത് പുനരുജ്ജീവനം. കാരണം വേറൊരു മാർഗ്ഗം അവിടെ എന്ത് ചെയ്യാനില്ല, രക്ഷപ്പെടുത്താനില്ല. അത് സംഭവിക്കുന്നപ്പോൾ ഷോക്കേറ്റ് വീണാൽ, ഇടിമിന്നലേറ്റ് വീണാൽ, ഹാർട്ട് അറ്റാക്കായിട്ട് വീണ് കഴിഞ്ഞാൽ, വലിയ അപകടം പറ്റിയിട്ട് ഈ ട്രാഫിക് അപകടങ്ങൾ പറ്റിയിട്ട് കാർഡിയക് അറസ്റ്റ് ഈ സമയത്തൊക്കെ ചെയ്യാൻ പറ്റുന്ന ഈ വളരെ പ്രധാനമാണ് ഈ പുനരുജ്ജീവനം. നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട സംഗതി കൂടിയാണത്. പിന്നെ നമ്മളതിൽ വേറെ ചെയ്യേണ്ട കാര്യം ഞാനത് ഒരു ഇതായിട്ട് പറയാം, സമയക്കുറവ് കൊണ്ടാണ് ആ കാര്യങ്ങളൊന്നും വേഗം കൊണ്ട് പറയാത്തത്, ഓരോന്നും പറയേണ്ടത്. അപസ്മാരം എനിക്ക് തമ്മില്ല. അപസ്മാരം എന്ന് പറയുന്ന സംഗതി, പിന്നെ അപസ്മാരം അല്ലേ, അപസ്മാരം പല അപസ്മാരങ്ങളില്ലേ, സന്നി, നമ്മൾ സാധാരണ കാണുന്ന കുട്ടികളിൽ കാണുന്ന അപസ്മാരം, കുട്ടികളുടെയും പനി വരുമ്പോൾ വിറച്ച് അതുപോലെ അപസ്മാരം വരും. അപസ്മാരം വന്നു എന്നറിയാനുള്ള എളുപ്പവഴി എന്താ, അപസ്മാരാണെന്ന് ഉറപ്പിക്കുന്നത് എങ്ങനെയാണ്, ഒരു ഓർമ്മക്കേടോ അല്ലെങ്കിൽ ബലം പിടുത്തോ അപസ്മാരാണെന്ന് ഉറപ്പിക്കുന്നപ്പോൾ ഇതെല്ലാം അറിയണ്ടേ. നമ്മൾ ലോകത്തുള്ള മുഴുവൻ സംഗതിയും പഠിക്കും. നമ്മളെ കുഞ്ഞിന് അപസ്മാരാണോ അല്ലയോ എന്ന് അറിയാൻ വേണ്ടി വഴിയും പഠിച്ചിട്ടില്ല. നമ്മളിതെല്ലാം പഠിക്കുന്നത് ആര് പഠിക്കും, പിന്നെ പൊണ്ണാത്തിൽ ഇപ്പം ഡോക്ടർമാരും നഴ്സുമാരൊക്കെ വ്യാപകമായിട്ടുള്ള ഇഷ്ടം പോലെ ഇല്ലേ, ഇപ്പോൾ ഓരായി പോകും. അപ്പോൾ എന്തെന്ന് പറഞ്ഞാൽ നൊര വന്നാലാണ് അപസ്മാരം എന്ത് ചെയ്യുക, ഉറപ്പിക്കും കേട്ടോ. അപ്പോൾ ഒരു പനി വന്നിട്ട് ഒരു കുട്ടിക്ക് അപസ്മാരബാധ വന്നാൽ നിങ്ങൾ ചെയ്യേണ്ട എന്താ, ഒറ്റ കുളിപ്പിക്കൽ. അപ്പോൾ അന്നേരം ചോദിക്കല്ല, തല നനയൂലേ, പനി പിടിച്ചില്ലേ നാളെ, ഇതൊന്നും ചോദ്യം ചെറുന്നില്ല കേട്ടോ. അന്നേരം ഒറ്റ കുളിപ്പിക്കല, ഒരുപാട് നനച്ച് കളയാ. ഉടൻ തന്നെ പനി ഇത് സംഭവിക്കേണ്ട ഓരോ കഴിയുന്നതും തലച്ചോറിലേക്കുള്ള അങ്ങനെ അപസ്മാരം വന്ന് വരുന്ന കുട്ടികൾക്ക് ഓർമ്മക്കുറവ്, പല കേൾവിക്കുറവ്, ബുദ്ധിശക്തി കുറവ്, ഇതൊക്കെ വരും കുറേ കഴിയുമ്പോൾ. അതുകൊണ്ട് പെട്ടെന്ന് എന്ത് ചെയ്യണം, അപസ്മാരബാധ കുറച്ച് അതിന് ചെയ്യാനുള്ള മാർഗം തണുപ്പിക്കാൻ, പനിയുടെ മരുന്ന് ധൈര്യപൂർവ്വം കൊടുക്കുക കേട്ടോ. 5 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ഇപ്പോൾ 250, 5 വയസ്സിലെ കുട്ടിക്ക് 250 മില്ലിഗ്രാം 500 മില്ലിഗ്രാം പാരസെറ്റമോളിൻ്റെ പകുതി കൊടുക്കാം, മറന്നു കൊടുക്കും കേട്ടോ. ധൈര്യത്തിൽ കൊടുത്തുവിടാം, പനിയുടെ കൂടിയ വേഗം കൊടുക്കുക. ഇനി ചെറിയ കുട്ടികൾ ഈ പറഞ്ഞ പനി വരുമ്പോഴാണ്, പനി വന്ന അപസ്മാരം വരുന്നുള്ള അനുഭവമുള്ള ആളുകൾ നേരത്തെ കൊടുത്തു വെക്കണം, പനി പെട്ടെന്നാകും. അതുപോലെ 105 മില്ലിഗ്രാമിൻ്റെ സിറപ്പ് ഉണ്ടെങ്കിൽ 1 വയസ്സിലെ കുട്ടിക്ക് 1 സ്പൂൺ കൊടുക്കാം, 5 മില്ലിഗ്രാം. അതിലൊന്നും ഇതില്ല, ഒരു വിഷമം കൊടുക്കാൻ മടിക്കരുത്. പാരസെറ്റമോൾ വിഷമാണോ അല്ലേ മറ്റോ ഒന്നും ആലോചിക്കേണ്ട കാര്യമില്ല. അതിനെ നമ്മൾ സാധാരണ ചെയ്യുന്നത് ഗുണമാണോ ദോഷമാണോ കൂടുതൽ നോക്കുക. ഭയങ്കരമായ ഗുണമാണ് കൊടുത്താൽ കിട്ടുന്ന പാരസെറ്റമോൾ കൊടുത്താൽ കിട്ടുന്ന ഗുണം, പെട്ടെന്ന് പനി കുറഞ്ഞിട്ട്. ദോഷം പിന്നെയാണ്, വളരെ ചെറിയ ദോഷം ഈ അക്കാര്യത്തിൽ ഉള്ളൂന്ന് മനസ്സിലാക്കുക, വളരെ പ്രധാനമാണ്. വലിയ ആൾക്ക് അവസ്മാരം ഉണ്ടായാലോ, വലിയ ആളുകൾക്ക് പിന്നെ അല്ലാത്ത പനി വന്നാൽ ഇല്ലാത്ത അവസ്മാരം ഉണ്ടാകുന്നത് എന്ത് നമ്മൾ പലപ്പോഴും ചെയ്യുന്നത് ഞാൻ കണ്ട്, നാണയം ഇത് പിടിക്കാൻ കൊടുക്കും, താക്കോൽ പിടിക്കാൻ കൊടുക്കും, ഇരുമ്പ് വായിൻ്റെ ഉള്ളിൽ കത്തി കയറ്റി വെക്കുക, ഇതൊക്കെ സംഭവിക്കുന്നതാണ്. നേരത്തെ പറഞ്ഞ പേസ്റ്റ് പോലെ തന്നെ പല പരിപാടിയുണ്ട്. അപ്പോൾ ഇത് ഒരിക്കലും ചെയ്യരുത്, മനസ്സിലായില്ലേ. അതുപോലെ തന്നെ ചിലരുടെ മരണപ്പിടുത്തം പിടിക്കുകയാണ്, അതിൻ്റെ ഉപരും കുരുങ്ങുക, അങ്ങനെ കുരുങ്ങുക, വെറുതെ കുരുങ്ങാനുണ്ടാകുന്ന ഒരു കാര്യമില്ല. അത് അതിനൊരു സമയമുണ്ട്. ഇത് ഈ അവസ്മാരം
ഒരു സമയം എടുക്കും എന്ത് ചെയ്യാൻ, നിൽക്കാൻ. ആ സമയം വരെ ഇയാൾക്ക് ശരീരത്തിന് ഒരു അപകടമൊന്നും വരാതെ നോക്കുന്ന രീതിയിൽ ഒരു ശീല എടുത്തിട്ട് മടക്കിയിട്ട് എന്ത് ചെയ്യാം, വായിനിടയ്ക്ക് വെക്കും. മനസ്സിലായില്ല? കൈയിനിടയ്ക്ക് വേണേൽ ഇതുപോലെ ശീല നമുക്ക് എന്ത് ചെയ്യാം, മുറുക്കി പിന്നെ വെക്കാം. ഇരുമ്പിൻ്റെ കഷ്ണം വെച്ചാൽ ഭയങ്കര അപകടമാണ്, കത്തി വെക്കാൻ പാടില്ല, ഒന്നും ചെയ്യാൻ. മനസ്സിലായില്ലേ? വളരെ പ്രധാനമാണ്. പിന്നെ ഉള്ളത് തലകറക്കം പലർക്കും ഉണ്ടാവും അല്ലേ? തലകറക്കം നിങ്ങൾ എന്താ ചെയ്യുക സാധാരണ? ഇതൊക്കെ ഫസ്റ്റിലാണ് പൈസ കൊടുത്ത് കാണിക്കാൻ വരാൻ നിൽക്കുന്നത് കേട്ടോ. ഇതെല്ലാം കഴിഞ്ഞ് ഇവനോടെല്ലാം പറഞ്ഞെങ്കിൽ നിങ്ങൾ കാണിക്കാൻ വേണ്ടി എന്ത് വേണോ, പൈസയും കൊടുത്തിട്ട് ഫീസ് വന്നിട്ട് കാണിക്കാൻ വരണം കേട്ടോ. അതിനെ പറഞ്ഞത് ഫസ്റ്റ് എയ്ഡാണ്. അപ്പോൾ തലകറക്കം എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്? തലകറക്കം വരുമ്പോൾ എന്താ ചെയ്യേണ്ടത്? വളരെ ശ്രദ്ധിക്കേണ്ട സംഗതിയാണ്. തലകറക്കങ്ങൾ വളരെ തമാശല്ല, അങ്ങ് പോയിവിടും. ഇങ്ങോട്ട് പോകാൻ അങ്ങനെ പോയിവിടും. ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് തലകറക്കം വരുന്ന ആളുകൾ ചെയ്യേണ്ടത് ശ്രദ്ധിക്കേണ്ടതാണ്. അല്ലാണ്ട് അത് വരാതിരിക്കാൻ വേണ്ടിയില്ല പറഞ്ഞത്, കൂടെ വരാതിരിക്കണം. ശ്രദ്ധിക്കേണ്ടതിൽ നമ്മൾ ചില ആളുകൾക്ക് തലകറക്കം വരുന്ന ആൾക്ക് ഒരു ചില പൊസിഷനിൽ കിടന്നാൽ തലകറക്കം കുറയും. ചോദിച്ചോക്കെ ആ പൊസിഷനിൽ കിടന്നാലാണ് വേണം. അപ്പോൾ ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ തലകറക്കം വരുന്നു. ആ തലകറക്കം വരുന്ന ആൾക്ക് ചില പൊസിഷനിൽ കിടന്നു കഴിഞ്ഞാൽ എന്തായി, തലകറക്കം കുറയും. ആ കുറയുന്ന സമയം വരെ ശരിക്കും കുറയുന്നവരെ ആ പൊസിഷനിൽ കിടന്നില്ല. അതുപോലെ ഒറ്റയടിക്ക് നമ്മൾ രാത്രിക്ക് ഏറ്റവും അപകടം ഉണ്ടാകുന്നത് തലകറക്കം, ബാലൻസ് ഇയർ ബാലൻസിൻ്റെ പ്രശ്നമാക്കൽ. മൂത്രയ്ക്ക് എഴുന്നേക്കും, എഴുന്നേറ്റിട്ട് എന്ത് ചെയ്യും, ഒറ്റ പോക്കാം. ഇതേ മൂത്രമൊഴിച്ചുകൊണ്ടുണ്ടായിരിക്കും. അപ്പോൾ എന്ത് ചെയ്യും, ഒറ്റ പോക്ക് പോകുമ്പോൾ എന്ത് ചെയ്യും, ചാടും. അപ്പോൾ എന്താ ചെയ്യേണ്ടത്, മൂത്രമൊഴിക്കാൻ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ എഴുന്നേൽക്കുമ്പോൾ നമ്മൾ ഒരു 3 മിനിറ്റ് സമയം എന്ത് ചെയ്യണം, കിടക്കയിൽ ഇരുന്ന് പതുക്കെ ശ്രദ്ധിക്കണം. തലകറക്കം വളരെ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങൾ വിശദാംശങ്ങളിൽ പോകുന്നില്ല. പിന്നെ അലർജി വരും, നമ്മൾ മരുന്നിന് അലർജി വരും. അലർജികൾ വളരെ ശ്രദ്ധിക്കണം. മരുന്നിന് അലർജികളും അതുപോലെ പ്രാണി കടിച്ചാലൊക്കെ അലർജി വളരെ പ്രധാനമാണ്. ആ അലർജികളൊക്കെ എന്താ ചെയ്യുക? അലർജി വന്നാൽ ശ്രദ്ധിക്കേണ്ടുന്ന അലർജി മിക്ക ആളുകൾക്കും ഈ കോവിഡ് സമയത്തിന് ശേഷം പല ഗുളികളാണ്. ശ്വാസം മുട്ടൽ അതുപോലെ ഭയങ്കരമായിട്ട് അലർജിയുടെ ഭാഗമായിട്ടുള്ള ചുമയും കാര്യങ്ങളും. അപ്പോൾ അലർജി പൊതുവെ അലർജി എന്നാൽ ഇത് മാത്രമല്ല, അലർജിയുടെ പ്രത്യേകത എന്നാൽ ഇപ്പോൾ ശ്വാസം മുട്ടൽ, ചൊറി, തുമ്മൽ, ഇതൊക്കെ എന്താണ്, ഒരു ഗ്രൂപ്പാണ്. കാലിൽ ചൊറി, ശ്വാസം മുട്ടൽ, തുമ്മൽ. അപ്പോൾ തുമ്മൽ, അലർജി, ചുമയെല്ലാം കുറയുമ്പോൾ ചൊറി എന്ത് ചെയ്യും, കൂടും. ചൊറി കുറയുമ്പോൾ ഇത് കൂടും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് അലർജി ഉണ്ടാകുന്ന സാഹചര്യങ്ങളിൽ നിന്ന് കുറേയൊക്കെ മാറി നിൽക്കുക. അലർജിക്ക് കൊടുക്കാവുന്ന ചെറിയ ഗുളികൾ, അതൊക്കെ ഈ തരത്തിൽ വാങ്ങി കൊടുക്കാൻ പറ്റുന്ന ആ ഗുളികൾ നമ്മൾക്ക് കയ്യിൽ കരുതുക. അതുപോലെ ഇൻഹേലർ ഉപയോഗിക്കുന്ന ആളുകൾ ഇൻഹേലർ എപ്പോഴും സൂക്ഷിക്കുക. ഇതൊക്കെയാണ് നമ്മൾ അലർജിയുള്ള ആളുകൾ ശ്രദ്ധിക്കുന്നത്. കാരണം പെട്ടെന്ന് അപകടത്തിലേക്ക് പോകുന്ന സംഗതി ഉണ്ടെങ്കിൽ ഈ പ്രാണി കടിച്ചാലൊക്കെ ഇപ്പോൾ തേനീച്ച കടിച്ച് മരിച്ചൊക്കെ വരും. അപ്പോൾ ആ സമയത്ത് ഒരു ചെറിയ ഇൻഹേലർ ഉണ്ടെങ്കിൽ ശ്വാസം നമുക്ക് ഈ പറഞ്ഞ വികസിപ്പിക്കാനുള്ള ഇൻഹേലർ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, രക്ഷപ്പെടുത്താൻ പറ്റും. മനസ്സിലായി? അപ്പോൾ ആ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ്. പിന്നെ എന്നുള്ളതാണ് വിഷം. ശരീരത്തിൽ വിഷം കുടിച്ചു കഴിഞ്ഞാൽ ഉള്ള എന്താ ചെയ്യേണ്ടത്? വിഷം കുടിച്ചാൽ ഒരു മരിച്ചോട്ടെ എന്ന് വെക്കുക എന്നാണ് നല്ലത്. പക്ഷേ എന്താണ്, വിഷം കുടിക്കുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യമുണ്ട്. എന്താ കാര്യം? ഛർദ്ദിപ്പിക്കുക. ഓർമ്മോണെ എക്കാലിക്സ് പേരൊന്നും പറയണ്ടല്ലേ, പേര് അങ്ങനത്തെ പല ഇപ്പം കിട്ടില്ല. അപ്പോൾ അങ്ങനെയുള്ള മരുന്നെല്ലാം കഴിച്ചാൽ എന്ത് ചെയ്യും, പിന്നെ നമ്മൾ എത്രയും പെട്ടെന്ന് 3 മണിക്കൂറിനുള്ളിൽ എന്ത് ചെയ്യണം, ഛർദ്ദിക്കുക. മനസ്സിലായില്ലേ? ആ സാധനത്തിന് ശ്രദ്ധിക്കേണ്ട, മണ്ണ് കുടിച്ചു ഛർദ്ദിപ്പിക്കാൻ പാടില്ല. ഓർമ്മോണെ മണ്ണെണ്ണ കുടിച്ച് കുറച്ച് കുടിച്ചില്ലെങ്കിൽ എന്തിനാ പേടിക്കേണ്ടതില്ല. കുറച്ച് കൂടുതൽ കുടിച്ചാൽ ആൻറ്റിബയോട്ടിക് മരുന്ന് വിഷം കൊണ്ട് നമുക്ക് ചെയ്യാം. ഒരിക്കലും ഛർദ്ദിപ്പിച്ചാലാണ് 3-4 ദിവസം 3 മിനിറ്റ് ആൾ ഛർദ്ദിപ്പിക്കാൻ ശ്രമിക്കും. അല്ലാത്ത വിഷം കഴിച്ചാൽ ഛർദ്ദിപ്പിക്കാൻ. അപ്പം ഇങ്ങനെ കുറേയധികം, ഞാനത് 2 പേജിലുണ്ട്, ഞാനത് നിർത്തിയാണ്. ഓർഡറുണ്ട്. ഞാൻ 8 മണിയാണ് പ്രതീക്ഷിച്ചത്. ഏതാ? വെള്ളത്തിൽ വീണാൽ രക്ഷപ്പെടുന്ന, വെള്ളത്തിൽ വീണാൽ വളരെ ഇന്നറിയുന്ന 2 ലക്ഷത്തോളം മരണങ്ങളാണ് ഇന്ത്യയിൽ വെള്ളത്തിൽ വീണ് വരുന്നത്. 2 ലക്ഷം.
അതിൽ തന്നെ 20% വെള്ളത്തിൽ മരിക്കുന്നതും കടൽ വെള്ളത്തിലാണ്. 70%മാണ് നമ്മൾ സാധാരണ ജലാശയങ്ങളിൽ നിന്നുള്ള മരണം. വളരെ പ്രധാനമാണ് വെള്ളത്തിൽ വീണുള്ള മരണം. അതിൽ നമ്മൾ നീന്തൽ അറിയുന്ന ആളുകൾ പോലും മരിച്ചു പോകുന്നതിൻ്റെ കാരണം ഒന്ന്, വീഴുന്നതിന് മുമ്പേ തന്നെ, വെള്ളത്തിലാകുന്നതിന് മുമ്പേ തന്നെ, വെള്ളത്തിൽ എത്തുമ്പോഴേക്കും എന്ത് ചെയ്യും, ശ്വാസകോശം ഇതായിട്ട് എന്ത് ചെയ്യും, മരണപ്പെടുന്നത്. പിന്നെ വെള്ളത്തിലെത്തിയിട്ട് വെള്ളം കയറിയിട്ട് മരണപ്പെടുന്നു. നമ്മൾ ചെയ്യേണ്ടത്, വെള്ളത്തിൽ വീണ് കഴിഞ്ഞാൽ ആളെടുക്കുമ്പോൾ ചെയ്യേണ്ടത്, ഈ പ്രതലത്തിൽ ഇങ്ങനെ പൊട്ടിച്ച് പിടിക്കരുത്, തല വെള്ളത്തിൽ ചരിച്ച് പിടിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, കഴുത്തിന് ഉടൽ ഭാഗം പൊട്ടിച്ചിട്ടാണ് നമ്മൾ പൊക്കേണ്ടത്. എന്നിട്ട് എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ചരിച്ച് കിടത്തി, കമഴ്ത്തി കിടത്താൻ ഏതെങ്കിലും ഭാഗം ചരിച്ച് കിടത്തിയിട്ട് പുറം ഭാഗത്ത് എന്ത് ചെയ്യുക, പ്രസ് ചെയ്തിട്ട് വെള്ളം കളയുക. എന്നിട്ട് വെള്ളം കളഞ്ഞു കഴിഞ്ഞതിന് ശേഷം ഇയാൾക്ക് ഓർമ്മ വരുന്നില്ലെങ്കിൽ, ശ്വാസോച്ഛ്വാസം ഇല്ല, പൾസും ഇല്ലെങ്കിൽ, നമ്മൾ നേരത്തെ പറഞ്ഞ പുനരുജ്ജീവന പ്രവർത്തനം അവിടെ നിന്ന് നടത്തും. പുനരുജ്ജീവന പ്രവർത്തനം നടത്തുമ്പോൾ ചെയ്യേണ്ടതെങ്കിൽ ഒരു പ്രതലം കട്ടിയുള്ള പ്രതലം ചെയ്യുന്നുണ്ട്. ഞാനത് കാണിച്ചു തരേണ്ട സൗകര്യത്തിലാണ് ചെയ്യാത്തത്. കട്ടിയുള്ള പ്രതലത്തിൽ ചെയ്തൊരു ഭിത്തിയിൽ വെച്ച് ചെയ്യണം, ഒരു പലയോ എന്തെങ്കിലും വെച്ച് അല്ലെങ്കിൽ സ്ഥലത്താണ് ചെയ്യേണ്ടത്. ഇല്ലെങ്കിൽ എന്ത് ചെയ്യും, ഗുണം ചെയ്യില്ല. വളരെ പ്രധാനമാണ്. അതാണ് നമ്മൾ വെള്ളം ആയിരുന്നത്. അപ്പോൾ ഇതാണ് സാധാരണ ഇതിൽ നമ്മൾ നേരിട്ട് ഉള്ള എന്താ പറയുക സന്ദർഭങ്ങളിൽ ഉണ്ടാകാവുന്ന അപകടങ്ങളിൽ, അതുപോലെ അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ ട്രാൻസ്പോർട്ട് കൊണ്ടുപോകേണ്ട സംഗതികൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ ഇതാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിക്കാം. അപ്പോൾ ഞാനിതിൽ ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത്, വളരെ പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത്, ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞാലും ഇതൊക്കെ അറിഞ്ഞു കഴിഞ്ഞാലും തന്നെയും ആത്മാർത്ഥമായൊരു മനസ്സും സന്നദ്ധതയും ഇല്ലെങ്കിൽ കൈകെട്ടി നിൽക്കാനേ കഴിയും. ഞാനിത് പറയാൻ കാരണം, പണ്ടൊക്കെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ കാഷ്വാലിറ്റിയിൽ ആളുകളെ വാരിയെടുത്ത് മുറിഞ്ഞ ആളുകൾ കൊണ്ടുവരുന്ന സംഭവങ്ങളുണ്ട്. ഇപ്പം അത് കാണുന്നില്ല എന്നല്ല, അതിന് പ്രത്യേകിച്ച് കാരണമുണ്ട്. ഈ വീണ ആളുകൾ രക്തമാറുന്നത്, ആ രക്തം തൻ്റെ ശരീരത്തിലായ അസുഖം വരുമോ എന്നുള്ള പേടിയൊന്ന്. മറ്റൊന്ന്, നാളെ നിയമത്തിൻ്റെ നൂലാമാലകളിൽ ഒരുപാട് മറുപടി പറയേണ്ട ആളായിട്ട് ഈ പ്രഥമ ശുശ്രൂഷൻ മാറുമെന്നുള്ള പേടി. ഇതൊന്നും ഞാൻ കണ്ടില്ലെന്നല്ല, പക്ഷെ എന്നാലും നമ്മൾ ആലോചിക്കേണ്ടത്, ഞാനാണ് ഈ വീണ് കിടക്കുന്നതെന്ന് കരുതുക. ഈ വീണ് കിടക്കുന്ന ആൾ ഞാൻ തന്നെയാണ് എന്ന് കരുതുന്നിടത്ത് മാത്രമേ ആ സന്നദ്ധതയും എന്നോട് എനിക്ക് രണ്ട് കുരകം. അപ്പോൾ അതുകൊണ്ട് ആ നിലയിലുള്ള മാനസികാവസ്ഥ ഉണ്ടാക്കാനുള്ള പരിശ്രമം, ഇത്തരത്തിലുള്ള കൂട്ടായ്മകൾ, ഇത്തരത്തിലുള്ള ആഘോഷങ്ങൾ, ഇതൊക്കെ നൽകുന്ന സന്ദേശം അതാണ്. എന്ന് പറഞ്ഞാൽ ഞാനല്ല എന്നും, ഞാനെന്ന് പറയുന്നത് ഒരുപാട് ആളുകളുടെ കൂട്ടായ്മയുടെ ഭാഗമാണ് ഞാൻ എന്നുള്ള മനുഷ്യനാണ്. അതുകൊണ്ട് എൻ്റെ മുമ്പിലുള്ള തളർന്നുപോയ, കിടന്നുപോയ, അല്ലെ വീണുപോയ, അപകടം പറ്റിപ്പോയ അശരണനായിട്ടുള്ള മനുഷ്യന് ഞാൻ തന്നെയാണ്, എനിക്കത് ചെയ്യേണ്ടതുണ്ട് എന്നുള്ള ബോധ്യം ഉണ്ടാകുന്ന ബോധ്യത്തിലേക്ക് നമ്മളൊക്കെ എത്തുന്ന ഉറപ്പാണ്. അത്തരമൊരു കാലവും അത്തരമൊരു എന്താ പറയുക സംവിധാനമൊക്കെ തന്നെ വരേണ്ടി വരും. അങ്ങനെ വരുന്ന ആ ഒരു പ്രവർത്തനത്തിൽ ഇത്തരത്തിലുള്ള കൂട്ടായ്മകൾ വലിയ പങ്ക് വഹിക്കുന്നുണ്ട് എന്ന് മാത്രം വിനയപൂർവ്വം അറിയിച്ചുകൊണ്ട് ഈ ഫെസ്റ്റിന് എല്ലാവിധ ആശംസകളും. ഞാൻ ഒറ്റ കാര്യം പറയുന്നുള്ളൂ, എല്ലാ ആഘോഷ പരിപാടികൾക്കിടയിലും ഈ തരത്തിലുള്ള വിചാരത്തിന് പ്രത്യേകിച്ച് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാവുന്ന ചെറിയ ദുരന്തങ്ങൾക്കിടയിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാൻ ശ്രമിച്ചു. ഇത്തരം ചെറിയ അറിവുകൾ ജീവിതത്തിൽ ഏതെങ്കിലും വഴികളിൽ, ഏതെങ്കിലും ഘട്ടങ്ങളിൽ ഉപയോഗപ്പെടുക, അത് ഈ ചർച്ച യഥാർത്ഥമായ ധന്യമായി എന്ന് കണക്കാക്കുന്നു. ഞാൻ വളരെ ചുരുങ്ങിയ സമയത്തിനുള്ള ഞാനത് അവതരിപ്പിച്ചത്. ഏതായാലും ചോദ്യങ്ങളും സംശയങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ ഇനിയും ധാരാളം ഉണ്ടെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഇങ്ങനെ എഴുത്തുകൊണ്ട് കളിയാം. പേപ്പട്ടി കടി മൈഗ്രെയിൻ പാലിയേറ്റീവ് ഇതൊക്കെ ഉണ്ട് ചോദ്യം. പേപ്പട്ടി കടിച്ചതിൻ്റെ സംഘടനയിൽ വളരെ ശ്രദ്ധിക്കേണ്ടത്, പേപ്പട്ടി കടിച്ചാൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ, പേപ്പട്ടി എന്നല്ല, പട്ടി കഴിച്ചാലൊക്കെ നമ്മളിപ്പോൾ നിർബന്ധമാക്കിയൊരു ഇഞ്ചക്ഷൻ. പണ്ട് പോകേണ്ടതായി ഇത്രയും ഞാനൊന്നും മാറിയില്ല. ഇപ്പോൾ ധൈര്യത്തിൽ വന്നോളൂ കേട്ടോ, അവർ കുഴപ്പമില്ല, ചെറിയ ഇഞ്ചക്ഷനാണ്. പിന്നെ നക്കിയാലും, പൂച്ച നക്കിയാലും, നായി നക്കിയാലും ഒക്കെ നമ്മൾ ഇഞ്ചക്ഷൻ. കാരണം നമ്മൾ വിചാരിക്കാതെയാണ് പേ ഉള്ളത്, നന്നായിട്ടുണ്ട്. അപ്പോൾ പേ വിഷബാധ വന്നാൽ ആ ഭാഗം നമ്മൾ എന്ത് ചെയ്യണം, നന്നായി വൃത്തിയിൽ സോപ്പും വെള്ളം ഉപയോഗിച്ച് കഴിയുക. എന്തിനാണ് സോപ്പ് ഉപയോഗിക്കുന്നത്? നമ്മൾ കോവിഡ് കാലത്ത് ധാരാളം ചെയ്താണ് സോപ്പുകൾ, അല്ലേ? വൈറസിനെ നശിപ്പിക്കാൻ കഴിയും, വൈറസിനെ കഴിഞ്ഞു പോക്കാണ്. വൈറസിനെ നമ്മൾ ഒഴിവാക്കാനുള്ള മാർഗ്ഗമാണ് എന്ത്,
ഈ സോപ്പും വെള്ളവും. അതുകൊണ്ട് ഈ പറഞ്ഞ പേപ്പർ ടീ ഒരു വൈറസ് ബാധയാണ് ഉണ്ടാക്കുന്നത്. ഇത് സോപ്പ് ഉപയോഗിച്ച് പോയി പോക്കാൻ പറ്റും. അതുപോലെ മുറിഞ്ഞ ഭാഗത്ത് നമ്മൾ എന്ത് ചെയ്യരുത്, മുറിച്ചിട്ട് രക്തം പോക്കൊന്നും ചെയ്യരുത്. പിന്നെ കടിച്ച് രക്തം പോക്കരുത്. നമ്മൾ എത്രയും പെട്ടെന്ന് നമ്മൾ എന്ത് ചെയ്യുക, ആശുപത്രി പോയിട്ട് ഇഞ്ചക്ഷൻ എടുക്കുക. അതുപോലെ തന്നെ മുറിവ് തുന്നരുത്. ആ മുറിവ് തുന്നാൻ പാടില്ല. ആരെങ്കിലും ഏതെങ്കിലും ഹോസ്പിറ്റൽ ഡോക്ടർ തുന്നാൻ ശ്രമിക്കുന്നെങ്കിൽ പറയണം, തുന്നരുത് എന്ന് പറയണം. ഇത് വളരെ പ്രധാനമാണ്. പലരും തുന്നുന്നത് കാണുന്നുണ്ട്. ഇതൊക്കെ ഈ പുതിയ കാലത്ത് ഞാനിത് പരസ്പരം സ്വയം കുറ്റപ്പെടുത്തിയാണ് പറയുന്നത്. ഈ എല്ലാ ആളുകളും എന്താ പറയുക, എല്ലാ ഗുണങ്ങളും ആളുകളായിക്കൊള്ളുന്നില്ല സംവിധാനങ്ങളിൽ. അപ്പോൾ അങ്ങനെ ഭാഗമായിട്ട് പലപ്പോഴും ഈ സംവിധാനത്തിൻ്റെ ഭാഗമായിട്ടൊക്കെ ചിലപ്പോൾ ബിസിനസ്സിൻ്റെ ഭാഗമായിട്ടൊക്കെ തുന്നൽ ഒരു മരുന്ന് വെച്ചിട്ട് 50 രൂപ കിട്ടുമെങ്കിൽ, ഒരു തുന്നിട്ടാൽ 100 രൂപ കിട്ടുമെങ്കിൽ ആ തുന്നിട്ട് കളയാൻ വരുന്ന ആൾക്കാരുണ്ടാവും. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ അങ്ങോട്ട് പഠിപ്പിക്കണം. തീർച്ചയായിട്ടും ഇത്തരം അറിവുകൾ നമുക്ക് നൽകുന്ന ധൈര്യം അതിനായിരിക്കും. കാരണം എല്ലാവർക്കും നമുക്ക് ഇക്കാര്യം വെച്ച് പ്രാഥമിക അറിവുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇതൊക്കെ തടയാൻ പറ്റും. വേറൊരു കാര്യം നേരത്തെ വിട്ടുപോയത്, വളരെ പ്രധാനപ്പെട്ട കാര്യം, നമ്മളെ വീട്ടിലൊരു കുട്ടി തലയടിച്ച് വീണാൽ, തലയടിച്ച് വീണ് കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം? തലയടിച്ച് കുത്തി വീണ് നമ്മളെ വീട്ടിൽ കുത്തി നമ്മൾ താഴെ വീണ് നമ്മൾ എന്ത് ചെയ്യുക? എന്താ ചെയ്യേണ്ടത്? എന്താക്കാനല്ലേ, ആശുപത്രി കൊണ്ടുപോകാനില്ല, കല്ലോട്ടം എവിടെയും PMSൽ കൊണ്ടുപോകാൻ. അപ്പോൾ അതല്ല ഞാൻ പറയുന്നത്. നമ്മൾ ചെയ്യേണ്ടത്, നമുക്ക് അവിടെ എന്താ പ്രശ്നം? നമ്മൾ അവിടെ ഒരു പ്രയാസമുള്ളത്, എൻ്റെ കുട്ടി ഇപ്പോൾ പ്രിയപ്പെട്ട കുട്ടിയാണ്, ആ കുഞ്ഞം വീണിട്ട് എന്തെങ്കിലും തലയ്ക്ക് പറ്റിയോ എന്നുള്ളതല്ലേ പ്രശ്നമുള്ളത്, അല്ലേ? ഇപ്പം കുഞ്ഞിന് പ്രശ്നമൊന്നുമില്ല, പക്ഷെ തലയ്ക്ക് പറ്റുമ്പോഴേ. അപ്പം മനസ്സിലാക്കേണ്ടത് 12 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സാധാരണപ്പെട്ട ഉയരങ്ങളിൽ നിന്ന് വീണാൽ തലയ്ക്ക് ഒന്നും പറ്റുന്നില്ല എന്ന് പഠിക്കണം. 99% ആൾക്കാർ, പിന്നെ ഭയങ്കരമായിട്ട് വീണതിന് പറയാൻ പറ്റില്ല. അല്ലാതെ സാധാരണപ്പെട്ട വീഴലിൽ 12 വയസ്സ് താഴെയുള്ള കുട്ടികൾക്കൊക്കെ വലിയ അപകടങ്ങൾ തലയ്ക്ക് പറ്റില്ല. എന്താ പറ്റത്? അങ്ങനെ വീഴുമ്പോൾ കുട്ടിയുടെ തലയോട്ടി എന്ത് ചെയ്യും, അങ്ങ് വളയുമ്പോൾ ഉള്ളിൽ തലച്ചോറ് എന്ത് ചെയ്യില്ല, അപകടം പെടാതെ, ഈ ഷെയ്ക്ക് വരാതെ, കുലുക്കം വരാതെ രക്ഷപ്പെടും. പലപ്പോഴും അപകട ഭീഷണി കൂടുന്ന എങ്ങനെയാണ്, നമ്മൾ ഭിത്തിയിലേക്ക് തലയടിക്കുമ്പോൾ ഭിത്തി അനങ്ങുന്നില്ല. അതിൻ്റെ ഭിത്തി അങ്ങോട്ട് ഇങ്ങോട്ട് പോകുന്നുണ്ടായി, അതിനാഘാതം കുറയും. അപ്പോൾ അവിടെ അതുപോലെ കുട്ടികൾ തലയൊട്ടി വളയുന്നുണ്ട്, എന്തായി, അതിനുള്ള തലച്ചോറ് രക്ഷപ്പെടും. നമുക്കാണെങ്കിൽ ആ ഇടിക്കുമ്പോൾ ഒരു കാരണവശാലും എല്ലെന്ത് ചെയ്യില്ല, വളയില്ലപ്പോൾ എല്ലിൻ്റെ ഉള്ളിലുള്ള തലച്ചോറ് ക്ഷതം പറ്റുന്ന സാധ്യത വളരെ കൂടുതലാണ്. ഒന്ന്. മറ്റൊന്ന്, വീട് കഴിഞ്ഞ് അപ്പം തന്നെ ഓർമ്മ പോയി, തീർച്ചയായിട്ടും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. മനസ്സിലായില്ലേ? രാത്രി ഏത് സമയത്താണ് കൊണ്ടുപോകണം നിർബന്ധം. വീടിന് അപ്പത്തിന് ഓർമ്മ പോയി. വീട് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് ഓർമ്മ പോയി, തീർച്ചയായിട്ടും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. ഞാനിത് പറയാൻ കാര്യം, എൻ്റെ സുഹൃത്ത് അതിനൊക്കെ ഏറ്റവും കൂടുതൽ അപകടം നിൽക്കുന്ന ഇതാണ് ഹൈവേ ആണ്, നമ്മളെ ഹൈവേ. അതിനൊക്കെ വെച്ചൊരു അപകടം ഉണ്ടായപ്പോൾ ഒരു മോട്ടോർ സൈക്കിൾ ഭാര്യയും ഭർത്താവും പോകാം. ആ പോയിട്ട് കുറച്ച് വേണം മുമ്പാണ് അവർ പോയി ഒരു ആക്സിഡൻറ്റ് പറ്റി തെറിച്ച് വീണിട്ട് അയാൾ വണ്ടി നേരെയാക്കി വെച്ചു. ആദ്യം ഭാര്യനെ എന്ത് ചെയ്തു, നേരെ റെഡിയാക്കി സൈഡ്, ഭാര്യ പോകാൻ പറ്റില്ല, ഭാര്യ സൈഡാക്കി വെച്ചു. ഈ പിന്നെ ബൈക്ക് നേരെ കൊണ്ടുവച്ചു. എന്നിട്ട് കുറച്ച് കഴിഞ്ഞ് എന്ത് ചെയ്തു, മരിച്ചു. അപ്പോൾ സമയം എടുത്തിട്ട് ബോധക്കേട് വരുന്നു. കുറച്ച് സമയം തലയ്ക്ക് ഈ ഷേക്ക് വന്നിട്ട് ഈ തകരാറ് വരാൻ സമയമെടുക്കും. അപ്പോൾ അതും നമ്മൾ എന്ത് ചെയ്യണം, ശ്രദ്ധിക്കണം. അപസ്മാരം പോലെ ഉണ്ടാകുക, ഇത് വീട് കഴിഞ്ഞാൽ അത്തും പുത്തും പറയുക, ചിലരുണ്ട്. അങ്ങനെയൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, ഹോസ്പിറ്റലിൽ ഓർമ്മ വേണേ. അപ്പോൾ അതാ പറയാം. അപ്പോൾ വേറെ ഒന്നും ഇപ്പോൾ പ്രത്യേകിച്ചൊന്നും ഇല്ലാന്ന് തോന്നുന്നു. പിന്നെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ച് മനസ്സിലാക്കണം. പിന്നെ ഇതിനൊപ്പം പറയാനുള്ള കാര്യം തന്നെ, ഞാനിവിടെ നിൽക്കുന്നത് ആർക്കെങ്കിലും അറിയാം, ഈ എന്നെ വിളിക്കാനും ഉണ്ടായ സാഹചര്യം, നമ്മൾ നാട്ടിലൊക്കെ ഇപ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രധാനപ്പെട്ട സംഗതി, എല്ലാവർക്കും സുരക്ഷിതമായ വാക്കുകളാണ് പാലിയേറ്റീവ് പ്രവർത്തനം. സുരക്ഷയെ പോലുള്ള പാലിയേറ്റീവ് പ്രവർത്തനമുണ്ട്, അതുപോലെ പിന്നെ പേരാമ്പ്രതയുണ്ട്, ഒരുപാട് പ്രവർത്തകരുണ്ട്. എനിക്ക് ഇതിൻ്റെ സംഘാടകരോടും നമ്മുടെ പ്രിയപ്പെട്ട ആൾക്കാരോടും പറയാനുള്ളത്, ഒരു വേള, കാരണം ഇത് ഇത്തരത്തിലുള്ള എനിക്ക് മനസ്സിലായ കാര്യം, ഇത്രയും കാലത്ത് എനിക്ക് മനസ്സിലായത്, ഇത്രയോളം എന്താ പറയുക, സ്നേഹവും സന്തോഷവും സമാധാനവും സാഹോദര്യമൊക്കെ വേണ്ടൊരു മേഖല വേറെ. കാരണം നമ്മളെപ്പോലെ ഇതുപോലെ ഇവിടെ വന്നിരുന്ന്, നമുക്കറിയാം നമ്മുടെ എല്ലാവർക്കും പല അസുഖങ്ങളുണ്ട്, പക്ഷേ ആ അസുഖത്തിൻ്റെ അപ്പുറത്ത് ഇങ്ങനെയൊന്നും വന്നിരുന്ന് കേൾക്കാനോ പറയാനോ കാണാനോ ചിരിക്കാനോ ഒന്നും കഴിയാത്ത ഒരുപാട് ആളുകളുണ്ട്. അത് നമ്മൾ കാണുന്നില്ല എന്നില്ല. അങ്ങനെ ആളുകൾ പല അസുഖം കൊണ്ടും പ്രയാസം കൊണ്ടും ഒക്കെയുള്ള ആളുകൾ, അവർക്ക് ഒരു കൈ സഹായം. വേദന എന്ന് പറയുന്നത് നമ്മൾ ഒരു വാക്കിനും എന്തില്ല പറ്റില്ല.
ആയിരക്കണക്കിന് ബ്ലേഡ് വെച്ച് കീറുന്ന വേദന ഉണ്ടാകും, ആയിരക്കണക്കിന് ആണി അടിക്കുന്ന വേദന ഉണ്ടാകും. അത്തരം വേദനയുള്ള ആളുകളെ നമ്മൾ പല അസുഖങ്ങൾ കൊണ്ട് മരിച്ചു പോകുന്ന അസുഖങ്ങൾ, നാളെ മരിച്ചു പോകുന്ന ആളുകൾ, അത്തരം ആളുകളെ ഞാൻ വീണ്ടും പറയുകയാണ്, അത്തരം ആളുകളെ ചേർത്ത് വെക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ള ആഘോഷ പരിപാടികൾക്കൊക്കെ സാങ്കത്യം ഉണ്ടാകുന്നത്. അത് തന്നെയാണ് പറയാനുള്ളത്. ധർമ്മം ആപത്തുകളെ തടയും. അത് പള്ളിമുറ്റങ്ങളിലും അമ്പലങ്ങളിലും എഴുതി വെച്ച ആപ്തവാക്യം മാത്രമല്ല. ധർമ്മം എന്ന് പറയുന്നത് പണമല്ല, പണം മാത്രമല്ല. പണം ധർമ്മമാണ്, തീർച്ചയായിട്ടും പണം ധർമ്മമാണ്. പണത്തെ പോലെ തന്നെ നിങ്ങളുടെ സാന്നിധ്യം, തളർന്നു പോയൊരു മനുഷ്യന്റെ നിങ്ങളുടെ ഒരു കൈത്താങ്ങ് ധർമ്മമാണ്. ഒരു നല്ല വാക്ക് ധർമ്മമാണ്. നിങ്ങളുടെ സമയം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾ അവരെ ശുശ്രൂഷിക്കുന്നു, സ്നേഹിക്കുന്നു, തീർച്ചയായിട്ടും അത് ധർമ്മമാണ്. ആ ധർമ്മം എല്ലാ തരത്തിലുമുള്ള നമുക്കും മറ്റുള്ളവർക്കുമുള്ള അപകടങ്ങളെ തടയും എന്നുള്ള സത്യം നമ്മളെല്ലാവരും മനസ്സുകൊണ്ട് ഉൾക്കൊള്ളണമെന്ന് മാത്രം വിനയപൂർവ്വം ഈ വൈകിയ വേളയിൽ അഭ്യർത്ഥിച്ചുകൊണ്ട്, എത്ര നേരം കേട്ടിരുന്ന ഒരുപാട് കാര്യങ്ങൾ ഈ പ്രശ്നങ്ങളെ ബന്ധപ്പെട്ടുകൊണ്ടും അനുബന്ധമായിട്ട് ഈ പറഞ്ഞ അസുഖങ്ങളുടെ കാര്യം സംബന്ധിച്ചും പറയേണ്ടതുണ്ടായിരുന്നു. സുഹൃത്ത് വിനോദം വിശദമായി പറയണമെന്ന് പറഞ്ഞിരുന്നു. ഞാൻ 2 മണിക്കൂർ തയ്യാറായി വന്നതാണ്. ഇനിയും എനിക്ക് കുത്താളിക്ക് പോകേണ്ടതുകൊണ്ടാണ് ഞാൻ നിർത്തുന്നത്. ഏതായാലും ഇത്ര നേരവും കേട്ട് ക്ഷമിച്ച് സഹിച്ച് ഇരുന്ന എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. നമസ്കാരം. നന്ദി പ്രകാശിക്ക് വേണ്ടി